പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ 42-ാം ദിവസത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. 3-4 ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ധ്യാനം അവസാനിക്കുമെന്നോർത്ത് ഇത് പൂർത്തിയാക്കാൻ ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും തന്നെ ദേവാലയത്തിൽ പോയി കുരുത്തോല വാങ്ങി, കഴിഞ്ഞ വർഷം ഓല വാങ്ങാൻ കഴിയാതെ വീട്ടിലിരുന്ന ആ നിരാശ നിറഞ്ഞ ഓർമ്മകളൊക്കെ മറക്കാനായിട്ട് കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അനാഫ്രായെക്കുറിച്ച് ആണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. പ്രണാമജപങ്ങൾ, അത് കുർബാനയുടെ ഏറ്റവും പ്രധാന ഭാഗമാണ്. അത് അവസാനിച്ചു. ഇനി നമ്മൾ അനുരഞ്ജന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് ആരംഭിക്കുന്ന ആ സങ്കീർത്തനത്തോടു കൂടിയാണ് അത് ആരംഭിക്കുന്നത്. കുർബാനയ്ക്കിടയിലെ കുമ്പസാരമെന്ന് ഇതിനെ ആത്മീയ പിതാക്കന്മാർ വിളിക്കാറുണ്ട്. എന്നും കുമ്പസാരിക്കാൻ സമയം കിട്ടുന്നില്ല. പക്ഷെ കുർബാനയ്ക്കിടയിൽ ഈ അനുരഞ്ജന ശുശ്രൂഷയുടെ ഭാഗത്ത് നമുക്ക് കുമ്പസാരിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് ദൈവം. ദൈവവുമായി പൂർണ്ണമായും അനുരഞ്ജനം നമുക്കുണ്ടാകണം. ദൈവത്തോട് മാത്രമല്ല, മനുഷ്യരോടും നമ്മോടും സഭയോടും സമൂഹത്തോടും ഈ പ്രപഞ്ചത്തോടുമൊക്കെ അനുരഞ്ജനം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അനാഫ്രായിൽ നമ്മൾ സ്മരിച്ചത് ഈ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളാണ്. ഈശോ ഈ ഭൂമിയിൽ വന്ന് കുരിശിൽ മരിച്ചതിൻ്റെ ഏറ്റവും വലിയ സത്ഫലം അനുരഞ്ജനമാണ്. അനുരഞ്ജനം മാത്രമല്ല, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സമാധാനമാണ്. അതുകൊണ്ടാണ് ഈ അനുരഞ്ജന ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ചില വൈദികരെങ്കിലും ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ എന്നും അത് ചൊല്ലുവാനുള്ള അവസരമില്ലായിരിക്കാം. എങ്കിലും വല്ലപ്പോഴുമെങ്കിലുമൊക്കെ അത് മനസ്സിൽ ഓർക്കാൻ കഴിയും. അപ്പോൾ പാപം പരിശുദ്ധാത്മാവുമായുള്ള ഐക്യം തകർക്കുന്നതിനാൽ അനുരഞ്ജനത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ആ സ്നേഹം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആദ്യമായിട്ട് സ്വന്തം പാപങ്ങൾ, അപ്പം ദാവീദിൻ്റെ ആ മനോഭാവത്തോടു കൂടി പ്രിയപ്പെട്ടവർ ഇത് ചൊല്ലുവാൻ തുടങ്ങുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഒരു അനുതാപത്തിൻ്റെ അഭിഷേകം നമുക്കുണ്ടാകണം. ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ ധൂപം വാഴ്ത്തുന്ന ദിവസങ്ങളിലൊക്കെ വൈദികൻ ആദ്യം ഹൃദയസ്പർശിയായിട്ട് പറയുന്നുണ്ട്, കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിൻ്റെ ദൈവപരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ല ഇടയാ, എനിക്ക് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. നിങ്ങളത് കേൾക്കാറില്ല. അതിനുശേഷം ശുശ്രൂഷയെ ധൂപിക്കുന്നുണ്ട്. പിന്നീട് ജനത്തെ സുഗന്ധപൂരിതമാക്കണമേ. പിന്നെ തിരുക്കല്ലയുടെ സാദൃശ്യമായ ബലിപീഠത്തെ സുഗന്ധപൂരിതമാക്കണമേ. അതിനുശേഷം അച്ഛൻ ചൊല്ലുമ്പോൾ പെട്ടെന്ന് ഒരു നിമിഷമെങ്കിലും മനസ്സിൽ ഓർക്കണം, കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. അപ്പോൾ ഓർമ്മിക്കണം, കർത്താവെ, ഈ കുർബാന സ്വീകരിക്കാൻ ഞാൻ തീർത്തും അയോഗ്യയാണ്. എങ്കിലും നിന്റെ ആ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്നുള്ള മനോഭാവത്തോടു കൂടി ഒരിക്കലും നമുക്കിവിടെ നിരാശയുണ്ടാകരുത്. പ്രത്യാശയോടുകൂടി ദൈവത്തിൻ്റെ കരുണയിലേക്ക് നടന്നെടുക്കണം. റോമ 5:21 നമുക്കറിയാം. ഒരു ദിവസം ഞാനത് പങ്കുവെച്ചതാണ്. പാപം വർദ്ധിച്ചിടത്ത് അതിലേറെ കൃപ വർദ്ധിച്ചു. അങ്ങനെ ആദ്യമായിട്ടാണ് കുർബാനയിൽ വാഴ്ത്തിയ തിരുവോസ്തി ഉയർത്തുന്നത്. അതാണ് വിഭജന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉത്ഥാനത്തിന് ശേഷം ഈശോ ആദ്യമായി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിനെ സ്മരിച്ചുകൊണ്ടാണ് പരിശുദ്ധ കുർബാന ഉയർത്തുന്നത്. ഒരിക്കൽ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ പൗരസ്ത്യ പാരമ്പര്യത്തിൽ, സിറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൽ റൂഹാക്ഷണ പ്രാർത്ഥനയോടുകൂടിയാണ് സത്യത്തിൽ ഈ തിരുശരീര രക്തങ്ങൾ ആയിട്ട് ഓസ്തിയും വീഞ്ഞും മാറുന്നത്. അതുകൊണ്ടാണ് കൂദാശാവചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് ഉയർത്താത്തത് എന്നതുകൂടി നിങ്ങൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഉത്ഥിതനെ ശിഷ്യന്മാർ ആരാധിച്ച മനോഭാവത്തോടുകൂടി വേണം നമ്മൾ ആരാധിക്കാൻ. വൈദികനെ ക്രോവേന്മാരും ശ്രാപ്പേന്മാരും ഭയഭക്തികളോടുകൂടി നോക്കുന്നുവെന്നൊക്കെ അവിടെ ചിലപ്പോഴൊക്കെ നമ്മൾ പാടാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അനുരഞ്ജനം സാധ്യമാകണമെങ്കിൽ നമ്മൾ വിഭജിക്കപ്പെടണം. ഞാനങ്ങനെ ഒരു ആത്മീയ ചിന്തയാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. ഈ അപ്പം വിഭജിക്കുന്ന അവസരത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, ഈ വിഭജിക്കപ്പെട്ട അപ്പത്തോട് ചേർത്ത് ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിലെ മുറിവുകളെയും ഞങ്ങൾ ചേർത്ത് വെക്കുന്നു.
അപ്പോൾ വിട്ടുവീഴ്ചയില്ലാതെ വിഭജിക്കപ്പെടാൻ തയ്യാറായാൽ മാത്രമേ ഭാര്യയുടെ മുൻപിൽ, ഭർത്താവിൻ്റെ മുൻപിൽ, ഒരുപക്ഷെ മാതാപിതാക്കളുടെ മുൻപിൽ, സ്വന്തം കുഞ്ഞുങ്ങളുടെ മുൻപിൽ, സമർപ്പിത അധികാരികളുടെ മുൻപിലൊക്കെ ഇങ്ങനെ വിഭജിക്കപ്പെടാൻ തയ്യാറാകണം. അതിന് തയ്യാറായില്ലെങ്കിൽ കുർബാന ഒരിക്കലും നമുക്ക് അനുഭവമായി മാറുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കില്ല. അച്ഛൻ ഓസ്തി ആദ്യം ആ തിരുശരീരം രണ്ടായിട്ട് വിഭജിച്ച ശേഷം വലതുവശത്തിരിക്കുന്നത് തിരുരക്തത്തിൽ മുക്കി അത് റൂസ്മ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം അച്ഛൻ താഴേക്ക് മടക്കി വെച്ചിട്ട് രണ്ടും കൂടി ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണ് അപ്പോൾ ചൊല്ലുന്നതെന്ന് അറിയാമോ? അച്ഛന്മാരോട് ആത്മീയപിതാക്കന്മാർ പറയുന്നത് ആ രണ്ട് തിരുവോസ്തിയുടെ രണ്ട് ഭാഗങ്ങൾ വിഭജിച്ച ശേഷം അതിൻ്റെ ഒരു മുകൾ ഭാഗം മടക്കി വെക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പിലേക്ക് എന്തു ചെയ്യണമെന്നറിയാമോ? ആരൊക്കെയാണോ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളത് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വിട്ടുവീഴ്ച, എനിക്ക് വിട്ടുമാറാത്ത ഒരു ആസക്തിയുണ്ട്, അല്ലെങ്കിൽ നാളെ പരീക്ഷയുണ്ട്. ആരെന്ത് പറഞ്ഞാലും ആ പറയുന്നവരെ ഒരു സെക്കൻഡെങ്കിലും അവിടെ ഓർത്ത് അവിടെ ചേർത്ത് വെക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഉത്ഥാനാനന്തരം ഈശോ തിബേരിയൂസിൽ പ്രത്യക്ഷപ്പെട്ട്, എമ്മാവൂസിൽ പ്രത്യക്ഷപ്പെട്ട് അപ്പം മുറിച്ച് നൽകിയതുപോലെ ഇന്നും തൻ്റെ ശരീരം നമുക്കിതാ മുറിച്ചു തരികയാണ്. എഫ്രേം പറയുന്നുണ്ട്, സഭാപിതാവായ എഫ്രേം പറയുന്നുണ്ട്, വിഭജന നിമിഷങ്ങളിൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ വിറയ്ക്കണമെന്ന് പറയുന്നുണ്ട്. വിറയ്ക്കണം. കുരിശിൽ പാർശ്വം പിളർന്ന് കിടന്നത് ആന്തരിക നേത്രങ്ങൾ കൊണ്ട് കാണണം. നിങ്ങൾക്കത് കാണാൻ കഴിയില്ല, അതാണ് അച്ഛൻ അൾത്താരയിലാണ്. അച്ഛൻ ഈ അപ്പം വിഭജിക്കുമ്പോൾ ഗായക സംഘം പാടുമ്പോൾ വേണമെങ്കിൽ അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കും. അങ്ങോട്ടൊന്നും നിങ്ങൾ ഓർക്കാതെ ഈശോ കുരിശിൽ പാർശ്വം പിളർന്ന് കിടക്കുന്നത് ആന്തരിക നയനങ്ങൾ കൊണ്ട് എപ്പോഴെങ്കിലും കാണാൻ കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്നവരെ കുർബാന നമുക്ക് അനുഭവമായിട്ട് മാറും. തുറന്നിട്ട് ആ ഹൃദയത്തിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കണം. പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കണം, വിഭജിക്കപ്പെടാതെ ഒരിക്കലും കുർബാന അനുഭവമായി മാറുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും സ്വസ്ഥ ജീവിതം മാത്രം ആഗ്രഹിക്കരുത്. ഒരു അഭിഷേകം തരുന്നതിന് തൊട്ടു മുൻപ് ദൈവം ഒരു മുറിവ് അനുവദിക്കും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു ആത്മീയ ജീവിതത്തിലൂടെ നടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഓർമ്മിച്ചുകൊള്ളൂ, എപ്പോഴൊക്കെയാണോ ദൈവം ഒരു അനോയിന്റിങ്, ഒരു പുതിയ അഭിഷേകം നിങ്ങൾക്ക് നൽകിയത്, അന്ന് ആരുടെയെങ്കിലും കയ്യിൽ നിന്നും ഒരു വേദന നിങ്ങൾ ഏറ്റുവാങ്ങിക്കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പുതിയ അഭിഷേകം തരുന്നതിന് തൊട്ടു മുൻപ് ദൈവം ഒരു മുറിവ് അനുവദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സമയത്തിന്റെ പരിമിതി കൊണ്ട് അടുത്ത സഹായിയുടെ കറോസുസ പ്രാർത്ഥനയിലേക്ക് കൂടി ഞാൻ പ്രവേശിക്കുകയാണ്. നമ്മുടെ രക്ഷകന്റെ അതിന് തൊട്ടു മുൻപ് അച്ഛനെ ആശീർവദിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും, നേരത്തെ പറഞ്ഞല്ലോ ഈ ആശീർവാദം അച്ഛൻ്റെ മേലാണ് എങ്കിലും അവിടെയൊക്കെ അച്ഛനോ എല്ലാവരെയും ഓർക്കാറുണ്ട്. പിന്നീട് നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും ഇവിടെ ഓരോ നിമിഷവും നിങ്ങൾ ഓരോന്നും ഓർത്തുകൊണ്ടിരിക്കണം. സമൂഹത്തെ കുർബാന സ്വീകരിക്കാനുള്ള ഒരുക്കമാണ്. അതായത് 5 അഭ്യർത്ഥനകളാണ് ഇവിടെ ഉള്ളത്. അതിന് മറുപടിയായിട്ട് അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ദാസർ എന്നതിൻ്റെ മൂലവാക്കിന് അർത്ഥം വേലക്കാരൻ എന്നല്ല, മകൻ എന്നാണ്. ഇവിടെ അനുരഞ്ജനപ്പെടാനുള്ള 5 പ്രായോഗിക നിർദ്ദേശങ്ങൾ ആത്മീയപിതാക്കന്മാർ പറയുന്നുണ്ട്. നമ്മുടെ ആത്മാവിലെ മാലിന്യം മാറാതെ ഒരിക്കലും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അതൊരു അനുഭവമായിട്ട് മാറുകയില്ല. ആത്മാവിലെ മലിനത, ആത്മാവിൻ്റെ ഇരുൾ ശൈലങ്ങൾ തകരാതെ ഒരിക്കലും ആത്മാവിലേക്ക് കൃപ ഒഴുകുകയില്ല എന്ന് ഓർമ്മിക്കണം. ആദ്യം ശുശ്രൂഷ പറയുന്നത് എന്താണ്? ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ഇവിടെ സഭാപിതാക്കന്മാർ പറയുന്നത് നമ്മുടെ സക്കേവൂസിനെ ഒരു നിമിഷം ഓർമ്മിക്കണം. സക്കേവൂസിനെ പോലെ ആരോടെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1 4 തിരികെ കൊടുക്കുന്നു. ആ ശുദ്ധീകരിച്ച മനസാക്ഷി ഇവിടെ നമ്മൾ ഓർമ്മിക്കണം. പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. ഭിന്നതകളും കലഹങ്ങളും ഒക്കെ വെടിയണം. രണ്ടാമത് പറയുന്നത് ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാമെന്നാണ്. ഇവിടെ ആത്മീയപിതാക്കന്മാർ പറയുന്നത് ഫരിസേയന്റെ മുൻപിൽ അവഹേളിക്കപ്പെട്ട് ചുങ്കക്കാരന്റെ മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. അവൻ മാറത്തടിച്ചുകൊണ്ട് തൻ്റെ ആത്മാവിനെ വെടിപ്പുള്ളതാക്കി മാറ്റിയതുപോലെ നമ്മുടെ വേദനിപ്പിക്കുന്ന സകല വ്യക്തികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കണം. അതുകൊണ്ടാണ് ശത്രുത, വിദ്വേഷമൊക്കെ. വേദനിപ്പിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്റെ അഭിഷേകത്തിന്റെ തൈലമുണ്ടെന്ന് മകനെ, മകളെ നീ ഓർമ്മിക്കുക. സമർപ്പിതരെ കേട്ടുകൊള്ളൂ. ഒരധികാരി നിന്നെ തെറ്റിദ്ധരിക്കുന്നത്,
അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിത പങ്കാളിയെ ഭാര്യ ഭർത്താവിനെ തെറ്റിദ്ധരിക്കുമ്പോൾ അത് ഈശോ അനുവദിച്ചതാണ്. കാരണം എന്താണ്? അവിടെ നീ സന്തോഷത്തോടുകൂടി ദൈവഹിതത്തിന് സമർപ്പിച്ചാൽ അന്ന് കുർബാന നിനക്കൊരു അനുഭവമായി മാറും. അതുകൊണ്ടാണ് വേദനിപ്പിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നമ്മുടെ അഭിഷേകത്തിന്റെ തൈലമുണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. ഇവിടെ ആത്മീയപിതാക്കന്മാർ പറയുന്നത്, ധൂർത്തപുത്രൻ മടങ്ങി വന്നതുപോലെ ആ പിതൃസ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. നമ്മെ ഓരോരുത്തരെയും ദൈവ സ്വഭാവമുള്ളവരാക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ കുർബാന സ്ഥാപിച്ചു തന്നെ. ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, ശത്രു സ്നേഹത്തിന്റെ ആഘോഷമാണ് പരിശുദ്ധ കുർബാന. ശത്രുവിനായി സമർപ്പിക്കപ്പെട്ട യേശു ജീവിതത്തിന്റെ സെലിബ്രേഷനാണ് കുർബാനയെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർമ്മിക്കണം. പിന്നീട് യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ സംഭവം വായിക്കുന്നുണ്ടല്ലോ. അതാണ് ആത്മീയപിതാക്കന്മാർ നമ്മളോട് ഓർമ്മിക്കാൻ പറയുന്നത്. രക്ഷിക്കാൻ ഈശോയ്ക്ക് മാത്രമേ കഴിയൂ. ഒട്ടും സ്നേഹയോഗ്യമല്ലാത്ത തൻ്റെ ഹൃദയത്തിലേക്ക് രക്ഷകൻ വരുന്നത് നമ്മളവിടെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അത് ആ സ്ത്രീ തിരിച്ചറിഞ്ഞതുപോലെ നമ്മളും തിരിച്ചറിയണം. ആരിൽ നിന്നെങ്കിലുമൊക്കെ വേദനകൾ ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മളിവിടെ പറയുന്നത്? യോജിപ്പോടെ ഐക്യത്തോടെ കർത്താവേ ഞാൻ ഈ കുർബാന സ്വീകരിച്ചു കൊള്ളാം. അവസാനം പറയുന്നത്, കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. ഇന്ന് ഗാഗുൽത്തായിൽ ഇതെല്ലാം അനുഭവിച്ച ആ നല്ല കള്ളൻ അതാണ് ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും സഹനത്തിന്റെ തീച്ചൂളയിലും രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയണം. ആ നല്ല കള്ളനെ പോലെ ഒരു നിമിഷം അനുതപിച്ചുകൊണ്ട്, ദൈവമേ നീ പറുദീസയിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മിച്ചുകൊള്ളൂ, ഇത് കുർബാന സ്വീകരിക്കുന്നതിന് മുൻപുള്ള കുമ്പസാരമാണ്. ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മുടെ ആന്തരികമായിട്ട് നിൽക്കരുത്. വാശി വൈരാഗ്യങ്ങളൊക്കെ മാറ്റണം. കാരണം നമ്മൾ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതാണ്, ഹൃദയത്തിൽ വേദനിപ്പിച്ച വ്യക്തിയോട് അനുരഞ്ജനപ്പെടാതെ നാം സ്വീകരിക്കുന്ന കുർബാന സ്വീകരണങ്ങൾ അപൂർണങ്ങളാണ്. നാം നടത്തുന്ന കുമ്പസാരങ്ങളും അപൂർണങ്ങളാണ്. എല്ലാം നല്ല രീതിയിൽ പോകുമ്പോൾ നമ്മൾ മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ പോരാ. ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും, ഇന്നലെ ഒരു യൂട്യൂബിലെ പ്രസംഗത്തിൽ കേട്ടതാണ്, ഡാനിയേലച്ചൻ പറഞ്ഞതാണ്, ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കോൺവെന്റില് അധികാരികളും സിസ്റ്റേഴ്സും ഒക്കെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും ഒക്കെ നല്ല സന്തോഷത്തോടെ മക്കളുടെയൊക്കെ സ്നേഹം അനുഭവിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ അതിൽ മതിമറന്ന് ആഹ്ലാദിക്കരുത്. എല്ലാം ഓക്കെയായി പോകുമ്പോൾ മതിമറന്ന് ആഹ്ലാദിക്കരുത്. ആരും അറിയാതെ ഒരു കൊച്ചു പരിത്യാഗം ചെയ്യണം, ഒരു കൊച്ചു പ്രായശ്ചിത്തം ചെയ്യണം. ആരും അറിയരുത്, അല്ലെങ്കിൽ നീ അഹങ്കരിക്കും. അങ്ങനെ പരിഹാരം ചെയ്തില്ലെങ്കിൽ ഒരു സഹനത്തിലേക്ക് ചിലപ്പോൾ ദൈവം നമ്മെ കടത്തിവിട്ടുവെന്ന് വരും. ആരെയും മുറിപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. പ്രിയപ്പെട്ടവരെ, കുർബാന എന്ന് പറയുന്നത് തകർക്കപ്പെട്ട യേശു ജീവിതത്തിന്റെ ആഘോഷമാണ്. നമ്മുടെ ജീവിതത്തിലെ ചില തകർച്ചകളിലൂടെ പോകാൻ ദൈവം അനുവദിക്കുന്നത് അതിനു വേണ്ടിയാണ്. കർത്താവേ, വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ അനുരഞ്ജന ശുശ്രൂഷ കുർബാനയ്ക്കിടയിലെ ഏറ്റവും നല്ല കുമ്പസാരത്തിന്റെ അവസരമായിട്ട് കണ്ടുകൊണ്ട് ഇന്നു മുതൽ വലിയ ആഴ്ച ആരംഭിക്കുകയാണല്ലോ. നല്ല അനുതാപത്തോടെ ഈ ദിവസങ്ങളിലൊക്കെ വചനം വായിച്ച് ഈശോയുടെ പീഡാനുഭവ രംഗങ്ങളൊക്കെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ വലിയ ആഴ്ച ആഘോഷിക്കാൻ ഈ അടുത്ത വരുന്ന വ്യാഴാഴ്ചയിലെ കുർബാനയ്ക്ക് വേണ്ടിയാണ് നാം ഇത്രയും നാൾ ഒരുങ്ങിയിരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ചെറിയ പ്രായശ്ചിത്തം ചെയ്ത് അല്പം കൂടുതൽ പ്രാർത്ഥിച്ച് വ്യാഴാഴ്ചത്തെ പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങാം. കർത്താവേ, തിരുരക്തം കൊണ്ട് എല്ലാ മക്കളെയും മുദ്ര ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും പ്രത്യേക സംരക്ഷണവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.